പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ JCNDSDയുടെ വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ സ്നേഹിതന്മാർക്ക് ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന അപ്പസ്തോലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ സഹകരിച്ചു വന്നിരുന്നവരും ഇപ്പോൾ കലർപ്പില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുമായി ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പതിവ് പോലെ നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ വെള്ളിയാഴ്ചയും ഒരു ചെറിയ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ അവന് കോടി കോടി സ്തോത്രം കരയിട്ടുന്നു. ഒപ്പം ഈ കൂട്ടായ്മയിൽ സംസാരിക്കുവാൻ ഒരവസരം എനിക്ക് വേർതിരിച്ചു തന്ന ക്രിസ്തുവിൽ എൻ്റെ സഹഭൃത്യന്മാരും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനുമാരുമായ വിലയേറിയ ദൈവദാസന്മാരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ രാത്രിയിൽ ഒരു ദൈവവചന ചിന്തയ്ക്കായി ഒരു വിശുദ്ധ വചനത്തിൽ നിന്നും ഒരു ഭാഗം മാത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൻ്റെ പേര് ഏതാണ് ആ ഒരു സ്നാനം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ആ ഒരു സ്നാനം? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ നാം എല്ലാവരും സ്നാനമേൽക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നുണ്ട്. സ്നാനം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതെല്ലാം ഈ ഗ്രൂപ്പിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന നിരവധി വീഡിയോകളുണ്ട്. ദൈവവചനത്തിലെ ഏറ്റവും കാതലായ വിഷയങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് സ്നാനത്തിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിലും വിശുദ്ധ സ്നാനം അല്ലെങ്കിൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സ്നാനം ഏതാണ്, എന്തിനു വേണ്ടിയാണ്, എത്ര സ്നാനങ്ങളുണ്ട് എന്നുള്ളതെല്ലാം ചെറുതായി പരാമർശിച്ചു പോകുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രിയിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അപ്പോസ്തലനായ പൗലോസ് എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യം കുറിവാക്യമായി വായിക്കുവാൻ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവെഴുത്താണ് ഞാൻ ഇന്ന് വായിക്കുവാനായിട്ട് പോകുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. അനവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 2-3 തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ ഏകദൈവമുണ്ട്, അതിൽ ഒരു കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സ്നാനം എന്ന വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുന്നതായി നാം പഠിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ശേഷം താൻ ആവശ്യപ്പെട്ട പ്രകാരം യെരുസലേമിൽ മർക്കോസിൻ്റെ മാളികമുറിയിൽ കാത്തിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മേൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അവർക്ക് വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയും പോലെ അവർക്ക് ഓരോരുത്തർക്കും ദൈവാത്മാവ് ഉച്ചരിക്കാൻ കൊടുത്ത ഭാഷകളിൽ അവർ സംസാരിച്ചു. അന്ന് ആ നാളിൽ അവിടെ ദേശത്തെമ്പാടുമുള്ള ചുറ്റുമുള്ള ദേശങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാർ പതിവ് പോലെ, യഹൂദന്മാരും യഹൂദ മതാനുസാരികളും പതിവ് പോലെ പെന്തക്കോസ്ത പെരുന്നാൾ ആഘോഷിക്കാൻ യെരുസലേമിൽ കടന്നു വന്നപ്പോഴാണ് ചരിത്രത്തിൽ അന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും
അന്ന് മാത്രം സംഭവിച്ചതും പിന്നീട് സംഭവിക്കാത്തതുമായ ഒരു വലിയ സംഭവം നടക്കുന്നത്. മുൻപൊക്കെ അവർ പെന്തക്കോസ്താ പെരുന്നാളിൽ യെരുസലേമിൽ വരുമ്പോൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒരു വലിയ സംഭവം നടന്നു. അപ്പോസ്തലന്മാർ കഴിഞ്ഞ 10 ദിവസമായി അവിടെ കർത്താവിൻ്റെ വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി എന്നാണ് വായിക്കുന്നത്. അവരോരോരുത്തരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്ത ഭാഷകളിൽ അവർ സംസാരിച്ചു. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശേഷം 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അബ്രഹാം മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം വരെയും ഉള്ള കാര്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട്, പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം താൻ അവിടെ പ്രസംഗിച്ചു. മുൻപ് പ്രസംഗിച്ചിട്ടില്ലാത്ത, പ്രസംഗം അറിയാത്ത, തിരുവെഴുത്തുകളെക്കുറിച്ച് പാണ്ഡിത്യമില്ലാത്ത പത്രോസ് അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ തുടർന്നിങ്ങോട്ട് വരുന്ന സകല പഴയ നിയമ പ്രവാചകന്മാരെയും ചരിത്ര സംഭവങ്ങളെയും ആധാരമാക്കി നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ ഒടുവിൽ പത്രോസ് പറയണം, ആകയാൽ നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്ന് യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ അബ്രഹാം തുടങ്ങി യേശു ക്രിസ്തുവിനെ, അവരുടെ മെസ്സിഹായെ ക്രൂശിൽ തറച്ചത് വരെയുള്ള സംഭവങ്ങളെ ആധാരമാക്കിയുള്ള പത്രോസിൻ്റെ പ്രസംഗം അവിടെ കൂടി വന്ന് അനേകം ആളുകളുടെ ഹൃദയത്തിലേക്ക് ഒരു കുത്തുകൊണ്ട അവസ്ഥയിലേക്ക് അവരെ അകത്ത് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ആ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്തു. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4:12 ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധ്യയും മധ്യയും പ്രാണനെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടി അവരുടെ ഉള്ളിൽ ഇടപെട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ അനുതാപവും മനസ്താപവും ഉണ്ടായി. അവരെല്ലാവരും അനുതപിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്ന് വരെയും പരിശുദ്ധാത്മാവ് ആരുടെ മേലും വന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വാഗ്ദത്തത്തോടെ ഒരു കൽപ്പന പത്രോസ് കൽപ്പിച്ചത് പുറകെ 3000-ഓളം ആളുകൾ സ്നാനമേൽക്കുവാൻ സന്നദ്ധരായി വന്നു. പത്രോസും ശിഷ്യന്മാരും അങ്ങനെ 3000-ഓളം ആളുകളെ ആദ്യമായി പുതിയ നിയമസഭയിലേക്ക്, കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേരുവാൻ, യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം എന്നിവയോട് ഏകീഭവിക്കുന്നതെന്ന് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ തുടർന്ന് 7-ാം തിരുവചനം വരെയും പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ആണ് ഒരു വ്യക്തി സ്നാനപ്പെടുന്നത് എന്നുള്ളതിൻ്റെ തെളിവായി സ്നാനം എന്തിന്? സ്നാനം പാപിയായ മനുഷ്യൻ്റെ പാപ മനസ്ഥിതിക്കുള്ള മരണമാണ്. അത്തരത്തിൽ പാപസംബന്ധമായി മരിച്ച വ്യക്തിയുടെ അടക്കമാണ് സ്നാനം. വെള്ളത്തിൽ നിന്ന് കയറുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ പുതിയ ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവനിൽ വസിക്കുവാൻ ഉള്ള തീരുമാനത്തോടെ പുറത്തു വരുന്നതാണ് സ്നാനം. ചുരുക്കത്തിൽ സ്നാനം പാപിയായ മനുഷ്യൻ്റെ മരണമാണ്. ചുരുക്കത്തിൽ പാപിയായ മനുഷ്യൻ്റെ ശവസംസ്കാരമാണ്. ചുരുക്കത്തിൽ പാപിയായ മനുഷ്യൻ്റെ പുതിയ ജീവൻ്റെ ആരംഭമാണ്. ഒരു പുതിയ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ പുതിയ ജീവൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്. ഈ സ്നാനമാണ് ദൈവസഭയിൽ യെരുസലേമിൽ ആരംഭിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ കൃപയുടെ കാലഘട്ടം ആരംഭിച്ച നാൾ മുതൽ ഈ സ്നാനം കർത്താവായ യേശു ക്രിസ്തു താൻ രക്ഷിച്ച് തൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കുന്നവരെ മധ്യാകാശെ വന്ന് ചേർക്കുന്ന നാൾ വരെയും തുടർന്നു പോരുന്ന മാറ്റമില്ലാത്ത ഒരു കൽപ്പനയുടെ തുടർച്ചയായുള്ള നിവർത്തീകരണമാണ് ഈ സ്നാനം. എന്നാൽ നിർഭാഗ്യവശാൽ
AD 252 വരെയുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്തു സഭയുടെ ചരിത്രം പറയുന്നത് ഏതാണ്ട് 252 വർഷം ദൈവസഭയിൽ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ സ്നാനം കർത്താവായ യേശുവിൻ്റെ നാമത്തിലോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലോ ആണ് എന്ന് 20ഓളം സർവ്വവിജ്ഞാന കോശങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ, ചരിത്ര തെളിവുകളിലൂടെ ആ കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുമ്പോൾ, കത്തോലിക്ക സഭ ഇത് ഫാദർ, സൺ, ഹോളി ഗോസ്റ്റ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനം കഴിപ്പിച്ചു തുടങ്ങിയ AD 252 അങ്ങിങ്ങായി കഴിപ്പിച്ചു തുടങ്ങിയതും പിന്നീട് നിന്നുപോയതുമായ ഒരു സ്നാനം യഥാർത്ഥ സത്യ ഏക ദൈവത്തിൻ്റെ നാമത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യ ദൈവത്തിൻ്റെ നാമത്തിൽ കഴിപ്പിച്ചു തുടങ്ങിയ യഥാർത്ഥ സ്നാനം പിന്നീട് മതപണ്ഡിതന്മാരും അന്നത്തെ കാലത്തെ മതനേതാക്കന്മാരും കോട്ടിമാട്ടി പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് വ്യവസ്ഥാപിതമായി ദൈവസഭയിൽ ഏകദൈവത്തിൻ്റെ നാമത്തിൻ്റെ പകരം ത്രിയേക ദൈവം എന്ന സംവിധാനം ഉണ്ടാക്കിയത് മുതൽ മാറ്റി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നുള്ള ടൈറ്റിലിൽ അല്ലെങ്കിൽ പദവികളിൽ സ്നാനം കഴിപ്പിച്ചു തുടങ്ങിയതോടുകൂടിയാണ് ഇന്ന് നാം എത്തി നിൽക്കുന്ന ഗുരുതര. അപ്പോൾ കാണാൻ കഴിയാത്ത ദൈവം, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ഏക ദൈവത്തിൻ്റെ മാംസപ്രത്യക്ഷതയാണ് അല്ലെങ്കിൽ ജഡപ്രത്യക്ഷതയാണ് യേശുക്രിസ്തു എന്ന് കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ പറയുന്നു ദൈവം എന്താണ് അവിടെ പറയുന്നത്? ഇങ്ങനെ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഹീസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. യേശു തന്നെ പറഞ്ഞു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തെ മനുഷ്യനെ കാണുമാറ് പ്രത്യക്ഷമാക്കിയത് യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പെന്തക്കോസ്തുകാരും ത്രിയേക ദൈവ വിശ്വാസികളും പറയുന്നു, അല്ലല്ല, അത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളത്വമാണ്. ഒന്നാമത്തെ ആളത്വം പിതാവാണ്, രണ്ടാമത്തെ ആളത്വം പുത്രത്വമാണ്, മൂന്നാമത്തെ ആളത്വം പരിശുദ്ധാത്മാവാണ് എന്ന വചനവിരുദ്ധ ദൈവവചനത്തിൽ ഇല്ലാത്ത അബദ്ധ സിദ്ധാന്തങ്ങളെ പഠിപ്പിക്കുന്ന വ്യാജന്മാരാണ് ഇത്തരം കാപഢ്യ ഉപദേശങ്ങൾ ദൈവവചനത്തിൽ സ്ഥാപിക്കുന്നുള്ള കാര്യം നാം അറിയാതെ പോകരുത്. അപ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ ദൈവം വിഭാഗിക്കപ്പെട്ടിരിക്കുന്ന മൂന്നായിട്ട്, ദൈവം ഒരു പിതാവെന്നും ദൈവം ഒരു പുത്രനെന്നും ദൈവം ഒരു ആത്മാവെന്നും ദൈവവചനത്തിൽ ഇല്ലാത്ത ഭാഷ്യങ്ങൾ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഏക ദൈവത്തെ മൂന്നായി വിഭാഗിച്ചു കൊടുക്കുന്ന ഒരു കപട ആത്മീയ ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നാം അറിയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് സത്യേക ദൈവമായി തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏക ദൈവം, പഴയ നിയമത്തിൽ മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അതേ ഏക സത്യ ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമല്ല, എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ആരുമില്ല, ഞാൻ മാത്രം യഹോവ എന്ന് വെളിപ്പെടുത്തുന്ന ദൈവം. മലാക്കിയിൽ 2:10 പറയും, നമുക്കെല്ലാവർക്കും ഒരു പിതാവ് എത്രയേ ഉള്ളൂ, ഒരു ദൈവം തന്നെ എത്രയേ നമ്മെ സൃഷ്ടിച്ചതെന്ന് വെളിപ്പെടുത്തുന്ന, പഴയ നിയമത്തിൽ ഉടനീളം വെളിപ്പെടുത്തുന്ന ദൈവം. ഉൽപ്പത്തി 1:1 നാം വായിക്കുന്ന ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ അതേ ഏക സത്യ ദൈവം മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ പിതാവായും വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ജഡത്തിൽ പുത്രനായും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ പരിപാലിക്കുവാൻ പരിശുദ്ധ ആത്മാവായി ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവരുടെ ഉള്ളത്തിലും വസിക്കുന്ന ഒരേ ഒരു ദൈവം, അവൻ ജഡത്തിൽ പ്രത്യക്ഷനായപ്പോൾ മനുഷ്യനെ കാണുവാൻ കഴിയുന്ന രൂപത്തിൽ അവൻ ക്രിസ്തുവായും വീണ്ടെടുക്കപ്പെട്ടവരിൽ അവരെ വഴി നടത്തുന്ന ആത്മാവായും ഇന്നും മനുഷ്യരുടെയിൽ വ്യാപരിക്കുന്ന, മനുഷ്യരിൽ വസിക്കുന്ന, മനുഷ്യനെ വീണ്ടെടുക്കപ്പെടുന്ന കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെയും മനുഷ്യനെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധാത്മാവുമായി വ്യാപരിക്കുന്ന ഒരേ ഒരു സത്യ ദൈവത്തെ
മനുഷ്യനെന്ന് 3 ദൈവങ്ങളുടെ സിദ്ധാന്തങ്ങൾ പടച്ചുണ്ടാക്കി അതിൻ്റെ കാരണക്കാരായി വർത്തിച്ചത് കത്തോലിക്ക സഭ എന്നുള്ള ആദ്യത്തെ വചനവിരുദ്ധ സഭയാണ്. ആ സഭ ഉണ്ടാക്കിയ വ്യാജ ഉപദേശത്തെ പഠിപ്പിക്കുന്ന അവരുടെ പിന്മുറക്കാരായി അധപ്പതിച്ചിരിക്കുന്നു ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലുള്ള പെന്തക്കോസ്റ്റൽ സഭകൾ. അവർക്ക് എന്താണ് കത്തോലിക്ക സഭയുമായിട്ടുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം? ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട 2 സംഗതികളാണ് ദൈവത്തിൻ്റെ ഏകത്വവും പാപങ്ങളുടെ മോചനത്തിനുള്ള സ്നാനവും. ഈ 2 വിഷയങ്ങളിലും അവർക്ക് കത്തോലിക്ക സഭയോ അത്തരമുള്ള കത്തോലിക്ക സഭയുടെ സഹോദര സഭകളെന്ന് പറയാവുന്ന പട്ടത്ത സഭകളായ ഓർത്തഡോക്സുകാർക്കോ മാർത്തോമക്കാർക്കോ CSIക്കാർക്കോ അവർക്കൊന്നും ഈ ഉപദേശത്തിൽ വ്യത്യാസമില്ല. അവരെല്ലാവരും ദൈവം 3 ആണെന്ന് പഠിപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും സ്നാനമുള്ളത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള തളിക്കൽ സ്നാനമാണ് എന്നുള്ളത് ഒഴിച്ചാൽ സ്നാനത്തിൻ്റെ ഉപദേശ സത്യമാകുന്ന ഏക സത്യ ദൈവത്തിൻ്റെ നാമത്തിലുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണുള്ളത്. ജെറുസലേമിൽ അപ്പോസ്തലന്മാരാൽ തുടങ്ങി വെച്ച സ്നാനം എന്ന യഥാർത്ഥ സ്നാന ഉപദേശത്തിൽ അവർക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. അവരതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഏക ദൈവത്തിൻ്റെ സ്ഥാനത്ത് ത്രിയേക ദൈവത്തെ അവരോധിച്ചുകൊണ്ട് ദൈവത്തോട് പരസംഗം ചെയ്യുന്ന സത്യദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലത്ത് ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന ബാബിലോണിയൻ തൃത്വ സിദ്ധാന്തത്തെ മുറുകെ പിടിക്കുന്ന കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ഉപദേശമായ ത്രിയേക ദൈവ സിദ്ധാന്തത്തോടും പ്രധാനപ്പെട്ട സ്നാന ഉപദേശത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഉപദേശമായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം എന്നുള്ള വിഷയത്തിലും ഈ പെന്തക്കോസ്റ്റൽ സഭകൾ തുടങ്ങി എല്ലാ പെന്തക്കോസ്റ്റൽ സഭകൾക്കും ബ്രദറൻ വേർപാട് സഭകൾക്കും അഭിപ്രായത്തിൽ ഐക്യം തന്നെയാണുള്ളത്. അവരെല്ലാവരും ഒരുപോലെ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തോട് മറുത്തു നിൽക്കുന്നു. അപ്പസ്തോലന്മാർ ജെറുസലേമിൽ സ്ഥാപിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഏക നാമത്തിലുള്ള സ്നാനത്തെ നിഷേധിച്ചുകൊണ്ട് AD 325 ആരംഭിക്കപ്പെട്ട പാഗൻ ഉപദേശം അല്ലെങ്കിൽ ജാതീയ മത ഉപദേശത്തെ മുറുകെ പിടിക്കുന്ന എല്ലാ പട്ടത്ത സഭകളും തുടർന്നു പോരുന്ന അതേ ഉപദേശമാണ് AD 1 ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മാത്രം അപ്പുറം 1902 അമേരിക്കയിൽ ആരംഭിക്കപ്പെട്ട അസൂസ കൺവെൻഷനിൽ ആരംഭിക്കപ്പെട്ട പെന്തക്കോസ്റ്റൽ ഉപദേശവും AD 325 ആരംഭിക്കപ്പെട്ട നൈസിയൻ കൾട്ടും തമ്മിൽ അഭിപ്രായത്തിൽ യാതൊരു ഭിന്നതയുമില്ല. ഇവർ രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്ന ഉപദേശം ഒന്ന് തന്നെയാണ്. എന്നാൽ ബൈബിൾ പറയുകയാണ് സ്നാനം ഒന്ന്. ആ സ്നാനമാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2:38 കാണുന്നതും 8:16 വ്യക്തമായി ഫിലിപ്പോസ് സ്നാനം കഴിപ്പിക്കുന്നതും ശമരിക്കാരെ സ്നാനം കഴിപ്പിക്കുന്നതും 10:48 കൊർണേലിയോസ് എന്ന പറയുന്ന ജാതിയൻ്റെ ശതാധിപൻ്റെ ഭവനക്കാരെ മുഴുവനും സ്നാനം കഴിപ്പിക്കുന്നതും ആ ഒരേ ഒരു സ്നാനമാണ് പൗലോസ് എഫേസൂസിൽ ചുറ്റി സഞ്ചരിച്ച് അവിടെയുള്ള യോഹന്നാൻ്റെ ശിഷ്യന്മാരെ കണ്ട് അവിടെ സ്നാനം കഴിപ്പിക്കുന്നതുമായ സ്നാനം. അപ്പം 4 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഉറപ്പിക്കപ്പെട്ട ഒരു സത്യസ്നാനമുണ്ട്. ഒപ്പം അവർ തന്നെ ഈ പറയുന്ന വ്യക്തികൾ, ഈ പറയുന്ന അപ്പോസ്തലന്മാർ കഴിപ്പിച്ചതായി നിരവധി മറ്റ് സ്നാനങ്ങളുമുണ്ട്. അപ്പോൾ തിരുവെഴുത്തുകളിൽ വ്യക്തമായ തെളിവോടുകൂടി പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതെന്ന് തെളിവോടുകൂടി നടത്തപ്പെട്ടിരിക്കുന്ന സ്നാനങ്ങളെ അപ്പാടെ നിഷേധിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചാൽ അത് ഗുരുവിൻ്റെ അന്ത്യകൽപ്പനയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കപട സ്നാനം, ആ സ്നാനം ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഉരുണ്ട് കളിക്കുന്ന അനവധി പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാരെ ഈ തലമുറയിൽ നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ അവർ വചനത്തെ നിഷേധിക്കാൻ വേണ്ടി അവരുടെ മലക്കം പറച്ചിലുകൾ ഞങ്ങൾ എത്രയോ കണ്ടതാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ നാളുകളിൽ ഞങ്ങൾ കഴിഞ്ഞ 4 സംവത്സരമായി കോവിഡ് കാലഘട്ടത്തിന് ശേഷം കോവിഡ് കാലഘട്ടത്തിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പായി അംഗങ്ങൾക്ക് മാത്രം പങ്കെടുത്ത് സംബന്ധിക്കാൻ കഴിയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പായി തുടങ്ങിയ ആ ഉപദേശം 2020 ഞങ്ങളത് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കും വീഡിയോ ഫോർമാറ്റിലേക്കും മാറി ഇന്ന് 2100-ലധികം പ്രസംഗങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമായ സാന്നിധ്യമായി ഏക സത്യദൈവ വിശ്വാസം JCNDSD എന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അതിൻ്റെ അടയാളമായി ഞങ്ങൾ നിരന്തരമായി അനവധി ആളുകൾ ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുകൊണ്ട്
ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ നാളുകളിൽ അപ്പൊസ്തലന്മാർ പഠിപ്പിച്ച ഏക സത്യ മാർഗമായ ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശത്തിന് വേണ്ടിയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവം സ്ഥാപിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള തിരുവെഴുത്തുകളുടെ അടിസ്ഥാനമുള്ള ഒരേ ഒരു സ്നാനത്തിന് വേണ്ടിയും ഞങ്ങൾ നിലകൊള്ളുന്നു. ഈ കാലയളവിൽ നിരവധി പെന്തക്കോസ്തൽ ഉപദേശിമാരോട് ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമുകളിൽ സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് അടിവരയിട്ട് പറയാൻ കഴിയും, ഈ മാർഗത്തെ എതിർത്ത് തോൽപ്പിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നെളിവിരി കൊള്ളുകയും പുറത്തുപോയി ഞങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ നേരിട്ട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരം നൽകി ഞങ്ങളെ വചനപ്രകാരം ഖണ്ഡിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പെന്തക്കോസ്തൽ മുൻനിര നേതാക്കന്മാരായ അനീഷ് കാവാലം, അനിൽ കൊടിത്തോട്ടം, അതുപോലെ ഷമീർ കൊല്ലം തുടങ്ങിയുള്ള നിരവധി ആളുകളെ ഞങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെയും അവരാരും വരാൻ കൂട്ടാക്കിയിട്ടില്ല. അവരുടെ രണ്ടാം നിരക്കാരെല്ലാം വന്ന് ചൊല്ലിട്ട് പോയതല്ലാതെ ഒന്നാം നിരക്കാരും വന്ന് ഈ മാർഗത്തെ ഞങ്ങൾ സംസാരിക്കുന്ന ഈ സത്യമാർഗത്തെ ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കാൻ ധൈര്യത്തോടെ മുന്നോട്ട് കടന്നു വരാൻ ഞങ്ങളുടെ നിരവധിയായ വെല്ലുവിളികൾക്ക് ശേഷവും ഇവരാരും തയ്യാറായിട്ടില്ല. ഇന്ന് രാത്രിയിലും ഞങ്ങൾ ആ ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ്. ഏക സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതല്ലാത്ത ഒരു സ്നാനത്തെ നിങ്ങൾ തെളിയിക്കുക. ബൈബിളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണെന്ന് തെളിയിക്കുന്ന വചനങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഉപദേശത്തെ ഖണ്ഡിക്കുവാൻ ഞങ്ങൾ വർഷങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു വെല്ലുവിളി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് തെളിയിച്ചു തരിക, ഞങ്ങൾ ആ ശരി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, സ്നാനം ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, ദൈവം ഒന്ന് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ ത്രിയേക ദൈവം എവിടെ വന്നു? നിങ്ങൾ പഠിപ്പിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നടത്തിയ ഒരു സ്നാനത്തിൻ്റെ തെളിവ്, അപ്പൊസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നതായ ഒരു തെളിവ്, ബൈബിളിൽ നിന്നൊരു തെളിവ് നിങ്ങൾ കൊണ്ടുവരിക. ഒരേ ഒരു തെളിവ് കൊണ്ടുവന്നാൽ മതി. ഏതെങ്കിലും ഒരു അപ്പൊസ്തലന്മാർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുവെന്നോ കഴിപ്പിച്ചു എന്നോ പറയുന്നതായ ഒരു തെളിവ് ബൈബിളിൽ നിന്ന് കൊണ്ടുവരിക. ഒരേ ഒരു തെളിവ് കൊണ്ടുവരിക. എന്നാൽ ഞങ്ങൾ നിരവധി തെളിവുകൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എന്നാൽ പിശാച് ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ സത്യമാർഗത്തിലേക്ക് വരാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ഉപദേശമാണ് പെന്തക്കോസ്തുകാർ അനുവർത്തിച്ചു പോരുന്ന ഈ ത്രിയേക ദൈവ സ്നാനവും ഈ ത്രിയേക ദൈവവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കണം. നിങ്ങൾ അന്ധമായി ഈ പെന്തക്കോസ്തലുകാരെ വിശ്വസിക്കരുത്. നിങ്ങൾ കേൾക്കുന്ന ഉപദേശങ്ങളെല്ലാം അവർ പ്രസംഗിക്കുന്ന ആളുകളെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത്. നാം ഏത് കാര്യം എടുത്താലും അതിനെ തെളിയിക്കാനുള്ള തിരുവെഴുത്തുകൾ ആവശ്യപ്പെടണം. നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരോട് ആവശ്യപ്പെടണം, ഇതിനുള്ള തിരുവെഴുത്തുകൾ തെളിവ് എവിടെയാണ്? ഈ സ്നാനം ഇങ്ങനെ നിങ്ങൾ കഴിപ്പിക്കുന്ന രീതിയിൽ സ്നാനം കഴിപ്പിച്ചതിൻ്റെ തെളിവ് എവിടെയാണുള്ളത്? ആ തെളിവുകളെ കൊണ്ടുവരിക. കാരണം 2 or 3 സാക്ഷികളെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അങ്ങനെയെങ്കിൽ 2 or 3 സാക്ഷികളുടെ വായ്മൊഴിയാൽ ഉറപ്പാക്കുന്ന തെളിവുകളെ കൊണ്ടുവരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും ഫുൾ പ്രൂഫ് ആകാതെ നിങ്ങൾ ചെയ്യരുത്. തെറ്റിതിരുത്തി വേണം ചെയ്യുവാൻ. കാരണം ഇത് ജീവന്റെയും മരണത്തിൻ്റെയും പ്രശ്നമാണ്. ഇത് പാപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിഷയമാണ്. ഇത് നിത്യതയുടെയും നരകത്തിൻ്റെയും പ്രശ്നമായതുകൊണ്ട് ഒരു മനുഷ്യന് പാപമോചനം ലഭിക്കണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടണം. അവൻ യേശുക്രിസ്തുവിൻ്റെ അടക്കത്തോട് ഐക്യപ്പെടുന്നതായി വെള്ളത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനാവ് സ്നാനപ്പെടണം. അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നത് ക്രിസ്തുവിനോടുകൂടെ പുതിയ ജീവിതം ജീവിക്കാനാണെന്ന് വചനം റോമർ 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവെഴുത്തുകൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, അത് ത്രിയേക ദൈവക്കാർ പഠിപ്പിക്കുമ്പോഴും 6-ാം അധ്യായം തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് പറയും യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. എന്നിട്ട് സ്നാനപ്പെടുത്തുമ്പോഴോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോട് ചേരുവാൻ. നിങ്ങൾക്ക് വേണ്ടി പിതാവ് എന്നാണ് ക്രൂശിക്കപ്പെട്ടത്? നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നാണ് ക്രൂശിക്കപ്പെട്ടത്? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പുത്രനായി വെളിപ്പെട്ട് വന്ന യേശുക്രിസ്തു മാത്രമാണെങ്കിൽ
ആ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർ 3:27 പൗലോസ് പറയുമ്പോൾ, റോമർ 6:3 പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് സ്നാനമേറ്റതെന്ന് പറയുമ്പോൾ, അതേ വാക്യം ഉച്ചരിച്ച് നിങ്ങൾ സ്നാനത്തെ നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തിരുവെഴുത്തുകൾ പറയുമ്പോൾ, ആ കർമ്മം നടത്താനായി വിശ്വാസികളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടെ പറയാത്തതും ചെയ്യാത്തതുമായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും സ്നാനം കഴിപ്പിക്കുന്നത്? ഇത്തരത്തിൽ രണ്ട് ഉപദേശത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാനെന്ന് പറയും, അത് അനുഷ്ഠിക്കുമ്പോൾ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുവാനെന്ന് പഠിപ്പിച്ചിരിക്കുന്ന കൊളോസ്യർ 3:17 നിങ്ങൾ അട്ടിമറിക്കുന്നത് എന്തിനാണ്? ഒന്നുകിൽ സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക, വ്യാജം പ്രവർത്തിക്കുന്നത് നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ അപ്പസ്തോലന്മാരാൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളെയും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും അപ്പസ്തോലന്മാർ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ കൈവശം വെച്ചുകൊണ്ട് അവരാൽ അനുഷ്ഠിക്കപ്പെട്ടതും അവരാൽ ദൈവം ഉറപ്പിച്ചതുമായ തിരുവെഴുത്തുകളെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുക. അത് കൈവശം വെക്കുകയും അവരെ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ കാപട്യം അവസാനിപ്പിക്കുക. ഒന്നുകിൽ നിങ്ങൾ സത്യത്തിൻ്റെ വക്താക്കളായി ജീവിക്കുക, അല്ലെങ്കിൽ സത്യത്തെ നിഷേധിക്കുന്ന ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും JCNDSന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ മാതൃസഭയായ കത്തോലിക്ക സഭ കൊണ്ടുവന്ന ആ പാഗൻ ഉപദേശം നിങ്ങൾ വിട്ടുകളയുക, മനം തിരിയുക, മനസാന്തരപ്പെടുക, ആദ്യത്തെ ആ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോവുക. പെന്തക്കോസ്ത് മതത്തിലേക്കല്ല, പെന്തക്കോസ്റ്റൽ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോവുക, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് മടങ്ങിപ്പോവുക, സത്യത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വ്യാജ ആത്മാവിനെയും ആ വ്യാജ ഉപദേശത്തെയും വിട്ടുകളയുക. മനം തിരിഞ്ഞാൽ, മാനസാന്തരപ്പെട്ടാൽ, ഇന്ന് എന്നുള്ള ഈ സമയം നിങ്ങൾ കേൾക്കുന്ന ഉപദേശത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇന്ന് രാത്രി JCNDSന്റെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ളതിൽ ഞാനും നിങ്ങൾക്ക് ആ എളിയ ബുദ്ധി ഉപദേശിക്കുന്നു. കേട്ട് മനം തിരിയുവാൻ ഞങ്ങളെ കേൾക്കുന്ന പെന്തക്കോസ്തൽ വിശ്വാസത്തിലുള്ളവർക്കോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഉപദേശം അവരുടെ ഉപജീവന മാർഗമാണ്. ഈ മാർഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഭൂമിയെ കുനിഞ്ഞ് പുല്ല് പറിക്കുന്നവരോ ഏതെങ്കിലും കടയിൽ പോയി ജോലി ചെയ്യുന്നവരോ ഏതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നവരോ അല്ല. നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ വിയർപ്പാണ് അവരുടെ അന്നം. അത് നിങ്ങൾ മനസ്സിലാക്കി ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഉപദേശത്തിലേക്ക് നിങ്ങൾ വരിക, സത്യമാർഗത്തിലേക്ക് വരിക. നിങ്ങളുടെ വിയർപ്പിൻ്റെ അപ്പം ഉണ്ണുന്ന അവർ നിങ്ങളെ വഞ്ചിച്ച് സാത്താനും അവൻ്റെ സന്തതികൾക്ക് ഒരുക്കിയിരിക്കുന്ന അഗ്നിപ്പൊയ്യിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മനം തിരിയുക. നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരെ വിട്ട് മനം തിരിയുക. സത്യമാർഗത്തിലേക്ക് വന്ന് രക്ഷ പ്രാപിക്കുവാൻ ഈ എളിയദാസൻ നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങൾ കേട്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട, തിരുവെഴുത്തുകളെ വിശ്വസിക്കുക. യേശു പറഞ്ഞതുപോലെ എന്നെ വിശ്വസിക്കേണ്ട, മറിച്ച് പ്രവർത്തികൾ നിമിത്തം വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കേണ്ട, മറിച്ച് ഞങ്ങൾ പ്രസ്താവിക്കുന്ന വചനം ദൈവവചനത്തിലുള്ളതാണോ, അങ്ങനെയാണോ അപ്പോസ്തലന്മാർ ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ഈ സത്യത്തിനൊപ്പം നിൽക്കുവാൻ ഈ ഒരു എളിയ ദാസൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു ഉപദേശം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.